ഹായ് ഓൾ. മഴയൊക്കെ തുടങ്ങിയപ്പോൾ ചെടിച്ചട്ടികളിലൊക്കെ പുല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങി. ചെടിച്ചട്ടികളിൽ മാത്രമല്ല, വീടിന് ചുറ്റും കുറേയൊക്കെ പുല്ല് മുളച്ചു തുടങ്ങി. ഈ കാണുന്ന ഈ വശത്ത് അച്ഛൻ പറഞ്ഞു നമുക്കൊരാളെ നിർത്തിയിട്ട് ശരിയാക്കാം. ഇപ്രവശത്ത് ആദ്യം കണ്ട ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ്. ചെടിയിലെ പുല്ലൊക്കെ പറിച്ച് ഒന്ന് ക്ലിയർ ആക്കിയതാണ്. അപ്പം അതിൻ്റെ തന്നെ വേറൊരു സ്റ്റാൻഡ് കൂടെ ഉണ്ട്. 2 സ്റ്റാൻഡുകളാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡിലിരിക്കുന്നത് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സമയം കിട്ടിയ ഇതുപോലെ ഈ സ്റ്റാൻഡ് അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റാൻഡ് വൃത്തിയാക്കാനായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ആ സൈഡിൽ ഓടിയെടുക്കുന്ന ഒരാളെ കണ്ടില്ലേ? അതാണ് എൻ്റെ ചെറുത്. ആളും എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സംസാരിക്കുന്നത് അമ്മയോടും അച്ഛനോടുമാണ്. ഈ ചെടികൾ കൂടുതലും വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അമ്മയാണ്. അതായത് അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു ചെടി എന്തായാലും കയ്യിലുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അമ്മ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ അമ്മ അതും പറിച്ചിട്ടേ പോരും. ചോദിച്ച് മേടിച്ചിട്ടാണ് വരിക. അപ്പം യൂഷ്വലി അമ്മ ഒരു ചട്ടിയിൽ അപ്പം കൊണ്ടുവരുമ്പോൾ എളുപ്പത്തിന് ചട്ടിയിൽ തന്നെ കുത്തി വയ്ക്കും. ചിലപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് വേര് മുളയ്ക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ചട്ടിയിൽ 2 ചെടിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ഇതിപ്പോൾ മഴ പെയ്ത് മൊത്തം പുല്ല് മുളച്ച കാരണം ഇത് പറിച്ചു കളയാൻ നല്ല പാടായിരുന്നു. ഇതിൻ്റെ അടിയിൽ നമ്മുടെ മറ്റേ വാഴ പോലെ വരുന്ന ചെടിയില്ലേ അതും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫുള്ള് പറിച്ച് കളഞ്ഞ് ചെടികളിലൊക്കെ ഉള്ള ലീഫൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നിർത്തി അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റാക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഒരാവശ്യത്തിന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഓരോ ഐഡിയാസ് പറയും, അതിനനുസരിച്ച് ചെയ്യുന്നു. അങ്ങനെ ഈ സൈഡിൽ വൃത്തിയാക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ വാഴ പോലെ വരുന്ന ചെടി, അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞു. അങ്ങനെ പണ്ട് കൊറോണയുടെ സമയത്ത് നിറയെ ചെടി നടലായിരുന്നു. അതെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ഫുൾ ഗാർഡനിങ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ പറയുമായിരുന്നു. പണ്ട് വീട്ടിലത് ഇങ്ങനെയായിരുന്നു, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ സമയം തള്ളി പറ്റിയെന്നൊക്കെ. അത് പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മുടെ ഗാർഡനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാനത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതല്ല, നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ നനയരുതെന്ന് വിചാരിച്ചിട്ട് വേഗം പോരാണ് ചെയ്തത്. അപ്പം അന്ന് ഞാൻ ക്ലിപ്പ് എടുത്തില്ല, ഇപ്പോഴാണ് അത് എടുത്തത്. അപ്പോൾ hope you all enjoyed this video. Thanks for watching and keep supporting.